ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ തലക്കടത്തൂരിലെ റാഷിദ് മുഹസിന ദമ്പതികളുടെ വീടാണിത്. 2100 സ്ക്വയർ ഫീറ്റിൽ 70 ലക്ഷത്തിനാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സ്ലോ പ്രൂഫും ഫ്ലാറ്റ് റൂഫും നൽകിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്ലോ പ്രൂഫ് കഴിഞ്ഞ് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. സിമൻറ്റ് ടെക്സ്ചർ പെയിൻ്റാണ് ആ ഒരു ബാൽക്കണിയിലായിട്ട് നൽകിയിട്ടുള്ളത്. അവിടെ ഒരു ജോയ് ഡിസൈനും ഹാൻഡ് റെയിലും കൂടെ നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിൻഡോക്കും ഡോർസിനും എല്ലാം ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റ്സ് വീടിന് ചുറ്റുമായിട്ട് നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർ പോർച്ച് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ലെങ്ത്തിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് ഒരു സൈഡിൽ സ്ലാബ് വാർത്തിട്ടാണ് സീറ്റിംഗ് നൽകിയിട്ടുള്ളത്. ഇരിക്കാനായിട്ടുള്ള 2 ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ജിയായിലുള്ളൊരു CNC കട്ടിങ്ങോടുള്ള ഒരു ഡിസൈനും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന് പേര് നൽകിയിട്ടുള്ളത് ബൈത്തുൽ അക്മർ എന്നാണ്. 420x170 ആണ് ഈ ഒരു സെറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. മഹാഗണി വുഡിലായിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോറായിട്ടാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ഒരു ലൈൻസിൻ്റെ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് നൽകിയിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് വാളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകി മുറ്റത്തായിട്ട് മെറ്റലാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലെത്തി. ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ്ങിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അകത്തളങ്ങളിലേക്കുള്ള ഫുൾ വ്യൂ നമുക്ക് കാണാം. ആ ഒരു ഓപ്പൺ കിച്ചണോടുള്ള വ്യൂ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ലിവിങ് ഏരിയ നൽകിയിരിക്കുന്നത്. ഒരു ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് കൊടുത്തിട്ടുള്ളത്. L ഷേപ്പിലായിട്ട് സോഫ നൽകി ആ ഒരു സോഫയുടെ സെയിം ഷെയ്ഡിൽ തന്നെയാണ് ടീ ടേബിളും കൊടുത്തിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടീ ടേബിളിന് ടോപ്പിലായിട്ട് മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസും കൂടെ നൽകി ആ ഒരു ഏരിയ അടിപൊളിയാക്കിയിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ലിവിങ് ആണെങ്കിലും ഡൈനിങ് ഹോളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. 420x300 ആണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത്. ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹോളിലേക്കുള്ള പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വാൾ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ മൈക്ക നൽകിയിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ഗ്ലാസും കൂടെ കൊടുത്തിട്ടുണ്ട്. സോഫയ്ക്ക് ഒരു സൈഡിലായിട്ട് വരുന്ന വാളിലുള്ള വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻഡ്സും ഒരു സൈഡിലായിട്ട് ലെങ്ത്തിലായിട്ടുള്ള കർട്ടനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൂടെ ഓരോ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പെയിൻറ്റിങ്സും കൂടെ വാളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് കഴിഞ്ഞ് ഈ ഒരു പാർട്ടിഷൻ വാൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഹാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ ആയിട്ടാണ് കിച്ചണിൻ്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോറ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളുടെ ഫുൾ വ്യൂ കാണാൻ കഴിയുന്നത്. 670x350 ആണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ ഒരു വോൾ ഫുള്ള് ലെങ്ത്തിലായിട്ടാണ് കർട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത്. ആ ഒരു മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലൂവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബേസിൻ്റെ ഏരിയയിലെ മിറർ വളരെ ഭംഗിയായിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമാക്കിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാട്ടോ.
ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് 9 ലക്ഷം രൂപയാണ്. ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് 70 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ട് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ചെയർ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ മൈക്ക് നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റഡി ഏരിയയുടെ ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ഡബിൾ ഹൈറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. ആ ഒരു സ്റ്റഡി ഏരിയയുടെ ഭാഗത്തായിട്ടും ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റഡി ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സ്റ്റോറേജ് സ്പേസും സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയയുടെ മുകളിലായിട്ട് വരുന്ന കബോർഡ് നൽകിയിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത്. ബെഡ്റൂം ഡോറും ആ ഒരു സെയിം കളറിൽ ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് പെയിൻറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 330-390 ആണ് സൈസ് വരുന്നത്. സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഭംഗിയായിട്ടുള്ളൊരു കളറോട് കൂടിയിട്ടാണ് ഇവിടെ കബോർഡ് ആണെങ്കിലും കോട്ടിൻ്റെ ആ ഒരു ഭാഗം കർട്ടനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു വാളിൽ ലെങ്ത്തിലായിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് കർട്ടൻ നൽകിയിട്ടുള്ളത്. അവിടെ ആ ഒരു വുഡ് പാനലിംഗ് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ്. വാർഡ്രോബ് ആണെങ്കിലും പിങ്ക്, വൈറ്റ്, ഗ്രേ, വുഡ് ഈ ഒരു 4 കളറിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയക്കായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ സൈഡ് ടേബിൾ രണ്ടും പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലും കോട്ടിൻ്റെ ഹെഡിലായിട്ട് ഗ്രേ ഷെയ്ഡിലുമായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ വോളിലായിട്ട് വോൾ ഡെക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. FRP ഡോർ വുഡ് കളറിലായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിനോട് മാച്ചായി ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെ ആയിട്ട് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത്. 190-210 ആണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ 2ആക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട്. ഷെൽഫോട് കൂടിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ലിവിങ്ങും ഡൈനിങ് ഹാളും ഓപ്പൺ കിച്ചണും എല്ലാം കൂടി വരുമ്പോൾ തന്നെ ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ വളരെ ഭംഗിയായിട്ടോ. ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്ത് വോളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസൈനിൽ സെയിം കളറിലുള്ള റെഡിമെയ്ഡ് ഡോറോട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 390-330 ആണ് സൈസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഗ്രേ, പിങ്ക്, വൈറ്റ്, വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോട്ടൺ ഹെഡിലായിട്ട് വരുന്ന 2 വിൻഡോക്കും സീബ്ര ബ്ലൈൻഡ്സും അതുപോലെ സൈഡിലായിട്ട് വരുന്ന വിൻഡോക്കും സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കോട്ട് ഇവിടെ പ്ലൈവുഡിൽ മൈക്ക നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോട്ടിൻ്റെ ഹെഡിലായിട്ട് ഗ്ലൗസി മൈക്കയാണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിനോട് മാച്ചായി പിങ്ക്, ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ 2ആക്കി തിരിച്ചിട്ടുണ്ട്. 190-220 ആണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിന് ഹെഡിലായിട്ട് മെറ്റലിൽ വരുന്ന വോൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം കഴിഞ്ഞ് വീടിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് മുഴുവനും കട്നിയാട്ടോ വിരിച്ചിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സ്റ്റഡി ഏരിയയുടെ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൽ സ്റ്റെപ്പിലായിട്ടും കട്നി തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് റെയിൽ ജിയായിലാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ഹാൻഡ് റെയിലിന് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ കയറുന്ന ആ ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ലാൻഡിങ്ങിലൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ടും ഫ്ലോറിൽ കട്നി തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു മുകളിലെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഹോള് നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ ഫ്രെയിംസും അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലെ ഹാളിൻ്റെ സൈസ് വരുന്നത് 470-350 ആണ്. ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കഴിഞ്ഞ് ഹാളിൽ നിന്നും താഴെ വരുന്ന ബെഡ്റൂമിൻ്റെ സെയിം
സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. 390-330 സൈസ് വന്നിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് വിൻഡോക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂംസിലും. കോട്ടിന് ഫ്രണ്ടിലായിട്ട് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത്. ലെങ്ത്തിലായിട്ടുള്ള മിറർ നൽകി ഒരു ചെറിയൊരു തട്ടും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഡ്രസ്സിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിരിക്കുന്നത്. 190-210 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ആ ഒരു ബാത്റൂമിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും കൂടെ കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ആ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആണിത്. മുകളിലെ ഹാളിൽ ലെങ്ത്തിലായിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. ആ ഒരു വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഒരു അയൺ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. മുകളിലെ ബെഡ്റൂംസിനും ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് പെയിൻറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. 150-250 ബാൽക്കണിയുടെ സൈസ് വരുന്നത്. ബാൽക്കണിയോട് ചേർന്ന് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ GIയിൽ ലൈൻസിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ വോളിലായിട്ട് സിമെൻറ്റ് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. ഫ്ലോറിൽ ഒരു ഭാഗത്തായിട്ട് വുഡിൻ്റെ ടൈലും ഒരു ഭാഗത്തായിട്ട് വൈറ്റ് ടൈലും ആണ് വിരിച്ചിരിക്കുന്നത്. ബാൽക്കണിയോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് മുകളിൽ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 390-330 തന്നെയാണ് സൈസ് വരുന്നത്. റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. മുകളിലെ ബെഡ്റൂംസിലെല്ലാം റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഷെൽഫോട് കൂടിയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലായിട്ടൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഒരു വോള് ലെങ്ത്തിലായിട്ട് കേട്ടൺ നൽകി ആ ഒരു കേട്ടന് ബാക്ക് സൈഡിലായിട്ട് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മൾ ബാൽക്കണിയിലോട്ടാണ് എത്തുന്നത്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും കാണുന്ന ആ ഒരു സ്ലോ പ്രൂഫിന് താഴെയായിട്ട് വരുന്ന ബാൽക്കണിയാണിത്. ഹാൻഡ് റെയിൽ ഇവിടെ GI ഗ്ലാസ്സിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെയധികം ഭംഗിയായി സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമും വ്യത്യസ്ത ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂംസ് ആണെങ്കിലും അതുപോലെ ബാത്റൂമും ഓരോ ഏരിയയും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് 210-190 സൈസ് വരുന്നത്. ഈ ഒരു ബാത്റൂമിൽ ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിരിക്കുന്നത്. ഗ്ലോസി ടൈലാണ് വോളിൽ എല്ലാ ബാത്റൂമിലും വിരിച്ചിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മനോഹരമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ഓപ്പൺ എൻട്രൻസ് നൽകി ആ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. റെഡിമെയ്ഡ് സ്ലാബാണ് ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത്. വുഡിലായിട്ട് വരുന്ന ലൂവർ ഡിസൈനാണ് ആ ഒരു ചെയറിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡിലായിട്ടും ഐവറി ഷെയ്ഡിലായിട്ടും അതുപോലെ ഗ്ലാസ്സിലുമായിട്ടുമാണ് ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ തന്നെയാണ് വിൻഡോക്കുള്ള ബ്ലൈൻഡ്സും കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് താഴെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. കിച്ചണിലായിട്ട് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗും കൂടെ ചെയ്തിട്ടുണ്ട്. കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ 9 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ സൈസ് വരുന്നത് 330-320 ഈ ഒരു കിച്ചണിൽ മൾട്ടിവുഡിൽ അക്രിലിക് ഗ്ലാസ് ഷീറ്റിലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കബോർഡ്സ് എല്ലാം കൗണ്ടർ ടോപ്പിൽ ഇവിടെ റെഡിമെയ്ഡ് സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത്.
സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓരോ ഭാഗത്തും ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സ്പൂൺ ട്രേ, അതുപോലെ പ്ലേറ്റ് ട്രേ, കട്ട്ലറി ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട് കേട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് ഇടാനുള്ള സ്പേസും കൂടെ നൽകിയിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിന് അടിയിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രൊഫൈൽ ലൈറ്റ്സും അതുപോലെ സീലിങ്ങിൻ്റെ ആ ഒരു ലൈറ്റിങ്സും എല്ലാം കൂടി വരുമ്പോൾ തന്നെ ഈ ഒരു കിച്ചണൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ. വാളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ നിന്ന് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് ഇവിടെയാണ് വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ വർക്കിംഗ് കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലായിട്ടാണ് ഗ്യാസും വിറകടുപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിലായിട്ടുള്ള പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ വിറകടുപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ആ ഒരു വിറകടുപ്പിന് മുകളിലായിട്ട് ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് ചിമ്മിണി ഇവിടെ കൊടുത്തിട്ടുള്ളത്. 330x260 ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് വുഡിൽ വരുന്ന ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിങ്കിന് തൊട്ട് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത്. കിച്ചണിലായിട്ടും ഫ്ലോറിൽ കട്ട്നി തന്നെയായിട്ട് വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ട്രേസ് ആണ് കബോർഡിന് താഴെ നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ വിറകടുപ്പിൻ്റെ ഭാഗത്തും ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. രണ്ട് കിച്ചണിലായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. 120x190 സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലേക്കുള്ള ഒരു ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്ക് സൈഡിലായിട്ട് പുഴയാണ് വരുന്നത്. ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന് പുഴയുടെ ആ ഒരു ഭാഗമൊക്കെ വളരെ മനോഹരമായിട്ടാണ് കിച്ചണിൽ നിന്ന് നമുക്കുള്ള വ്യൂ. വർക്കിംഗ് കിച്ചൺ കഴിഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടൊരു പാത്രം കഴുകാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് വുഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിരിക്കുന്നത്. പുറത്തായിട്ട് വീടിനോട് ചേർന്ന് ഒരു ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്